ഹായ് ഫ്രണ്ട്സ്, എല്ലാ പേർക്കും ഷീബാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ദീപാവലിക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ നല്ല ടേസ്റ്റിയും ഈസി ആയിട്ടുള്ള ഒരു സ്വീറ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വീട്ടിൽ എപ്പോഴുമുള്ള വളരെ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റും. എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. എന്നാൽ നമുക്ക് ഈ ടേസ്റ്റി ആയിട്ടുള്ള സ്വീറ്റ് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അതിനായി ആദ്യം വേണ്ടത് ക്യാരറ്റാണ്. ഞാനിവിടെ 2 മീഡിയം സൈസുള്ള ക്യാരറ്റ് ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. ക്യാരറ്റ് ഇവിടെ ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നന്നായിട്ട് തന്നെ കുക്കറിലിട്ട് ഒന്ന് വേവിച്ചിട്ടും കൂടെ എടുക്കണം. ക്യാരറ്റ് ഇവിടെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കണം. അതിനായി മിക്സിയുടെ ഒരു ചെറിയ ജാറിലേക്ക് നമുക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നല്ല പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കാം. ക്യാരറ്റ് ഇവിടെ നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായി ഞാനിവിടെ ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് റവയാണ്. ഞാനിവിടെ 1/2 കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. റവ വറുത്തതായിരുന്നാലും വറുക്കാത്തതായിരുന്നാലും ഏതായാലും 1-2 മിനിറ്റ് ഇതുപോലെ നെയ്യിലിട്ട് ഒന്ന് വറുത്തിട്ട് വേണം എടുക്കാനായിട്ട്. ഒരുപാടിട്ടങ്ങ് കളറൊന്നും ചേഞ്ച് ആക്കി എടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒരു 2 മിനിറ്റ് ഒന്ന് വറുത്തെടുത്താൽ മതിയാകും. റവ ഇവിടെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പാലാണ്. ഞാനിവിടെ 1 കപ്പ് പാലാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. 1/2 കപ്പ് റവ എടുക്കുമ്പോൾ 1 കപ്പ് പാൽ വേണം എടുക്കാനായിട്ട്. പാലും കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ പാലിൽ കിടന്ന് റവ ഒന്ന് കുക്കായി വരണം. അതുവരെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. പെട്ടെന്ന് തന്നെ അത് കുറുകിക്കിട്ട് നല്ല തിക്കായിട്ട് വരണം. അതുവരെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് കൈയെടുക്കാതെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിവിടെ ഒന്ന് തിക്കായി വന്നിട്ടുണ്ട്. ഈ സമയമാകുമ്പോൾ നമുക്കിനി ഇതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള ക്യാരറ്റിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം. ക്യാരറ്റിൻ്റെ മിക്സും കൂടെ ചേർത്തതിന് ശേഷം എല്ലാം കൂടെ വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം. റവ കട്ട പിടിച്ചിരിക്കുന്നെങ്കിൽ നന്നായിട്ട് തന്നെ ഈ സ്പാച്ചില കൊണ്ട് ഒന്ന് ഉടച്ചും കൂടെ എടുക്കണം. ഇതിവിടെ ക്യാരറ്റും കൂടെ ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. മധുരം നിങ്ങളുടെ ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതൊരു കറക്റ്റായിട്ടുള്ള മധുരമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടി 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ പഞ്ചസാര എല്ലാം ഒന്ന് മെൽറ്റായി നന്നായിട്ടൊന്ന് മിക്സായി വരണം. അതുവരെ കൈയെടുക്കാതെ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് ലൂസായിട്ട് വരും. അത് നമുക്ക് വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഒന്ന് തിക്കാക്കി എടുക്കണം. ഈ സമയമാകുമ്പോൾ നമുക്കിനി ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് ഈ പാനിൽ നിന്നെല്ലാം ഒന്ന് വിട്ട് വരുന്ന പാകമാകണം. അതുവരെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ പാനിൽ നിന്നെല്ലാം ഒന്ന് വിട്ട് വരുന്ന പാകമായിട്ടുണ്ട്. ഇത്രയും മതിയാകും. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഏത് പ്ലേറ്റിലാണോ സെറ്റ് ചെയ്യുന്നത് അതിലേക്ക് ഈ ചൂടോടുകൂടി തന്നെ മാറ്റി കൊടുക്കാം. ഞാനിവിടെ ഇതുപോലുള്ള ഒരു സ്റ്റീൽ പ്ലേറ്റിലാണ് ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കുന്നത്. അതിൽ കുറച്ച് നെയ്യൊന്ന് ആദ്യം ബ്രഷ് ചെയ്തിട്ട് എടുക്കാം. എല്ലാ ഭാഗത്തും നന്നായിട്ട് തന്നെ ഒന്ന് ബ്രഷ് ചെയ്തിട്ട് എടുക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലേറ്റിൽ ഇത് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. നെയ്യ് ബ്രഷ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ആ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു സ്പാച്ചില കൊണ്ട് നന്നായിട്ട് തന്നെ ഇതൊന്ന് ഷേപ്പ് ചെയ്തിട്ട് എടുക്കാം. ഇതിവിടെ നന്നായിട്ട് തന്നെ ഒന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് പിസ്ത ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് വെച്ച് ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. ഓപ്ഷനിലാണ്, കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതിയാകും. എന്നിട്ട് സ്പാച്ചില കൊണ്ട് വീണ്ടും നന്നായിട്ട് തന്നെ ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതിവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 1 മണിക്കൂർ നമുക്കിതൊന്ന് റൂം ടെമ്പറേച്ചറിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചിട്ട് എടുക്കണം. ഇതിവിടെ 1 മണിക്കൂർ ഒന്ന് തണുപ്പിച്ചെടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തും കൂടെ നോക്കാം.
നല്ല ടേസ്റ്റിയും ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സ്വീറ്റാണിത്. നമുക്ക് റവയും ക്യാരറ്റും ഒക്കെ വീട്ടിലുണ്ടെങ്കിൽ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ടും കൂടെ ചെയ്യണേ. എന്നാൽ നമുക്ക് പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.